Hi everyone. അപ്പോൾ ഇതാ USSന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഡൈവേഴ്സിറ്റി ഇൻ റെസ്പിറേഷൻ അഥവാ ശ്വസനത്തിലെ വൈവിധ്യം എന്ന് പറയുന്നത്. ഓരോ ജീവികളിലും ഓരോ ഓർഗാനിസത്തിലും എങ്ങനെയാണ് ശ്വസനം നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് അവയവമാണ് ശ്വസനത്തിന് വേണ്ടി സഹായിക്കുന്നത്, റെസ്പിറേഷന് വേണ്ടി ഏത് ഓർഗനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതാണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്നുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കിയാലോ, ഏതൊക്കെയാണ് ഓരോ ഓർഗാനിസംസിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്നുള്ളത്. യെസ്, ആദ്യം പറയുന്നതാണ് നമ്മുടെ അമീബ. യെസ്, അപ്പോൾ അമീബ എന്ന് പറഞ്ഞാൽ ആരാ നമുക്കറിയാം അല്ലേ, സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഏകകോശ ജീവികളാണ് നമ്മുടെ അമീബ എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഷേപ്പ് അവർക്ക് ഇങ്ങനെ ഓൾട്ടർ ചെയ്യാൻ പറ്റും അല്ലേ. അവർക്ക് ഇങ്ങനെ പല സമയത്ത് ഇങ്ങനെ പല പോലെ ആയിട്ടുള്ള ഷേപ്പൊക്കെ ആർക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാ, ഇങ്ങനെയൊക്കെ നമ്മുടെ അമീബയ്ക്ക് ഷേപ്പ് ഇങ്ങനെ മാറാനുള്ള ഒരു എബിലിറ്റിൻ്റെ ഒരു കഴിവുണ്ട്. യെസ്, അപ്പോൾ ഈ അമീബയിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുക, അവർക്ക് കൃത്യമായിട്ടൊരു റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ടോ, കൃത്യമായിട്ട് ശ്വസിക്കാനായിട്ടൊരു അവയവമൊക്കെ ഉണ്ടോ, ഇല്ല. അവരുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സെൽ മെംബ്രെയിനിലൂടെ തന്നെ അഥവാ കോശസ്തരത്തിലൂടെ തന്നെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഈ പറയുന്ന എയർ അകത്തേക്ക് പോകുന്നു പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലാണ്ട് കൃത്യമായിട്ട് ഒരു അവയവം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു റെസ്പിറേറ്ററി ഓർഗൻ ഒന്നും ആർക്കുണ്ടായിരിക്കില്ല, അമീബയ്ക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അമീബയിൽ എന്താണ്, സെൽ മെംബ്രെയിനിലൂടെ തന്നെ ആയിരിക്കും, സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരത്തിലൂടെ തന്നെ ആയിരിക്കും എന്ത് നടക്കുന്നുണ്ടായിരിക്കുക, ഈ പറയുന്ന എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് അല്ലെങ്കിൽ പറയുന്ന വാതക വിനിമയം നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ആരാണ്, നമ്മുടെ എർത്ത് വേം അഥവാ മണ്ണിര അല്ലേ. മണ്ണിരേനെ നമ്മൾ എപ്പോഴും എവിടെ കാണാറുള്ളത്, മണ്ണിരേനെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് മണ്ണിലാണ് അല്ലേ. മണ്ണിലാണെന്ന് അറിയാം, എങ്ങനെയുള്ള മണ്ണിലായിരിക്കും, കുറച്ച് നനവുള്ള മണ്ണിലായിരിക്കും നമ്മൾ കാണാറുണ്ടാവുക. എപ്പോഴും കുറച്ചൊരു മോയ്സ്റ്റ് ആയിട്ടുള്ള സോയിലായിരിക്കും നമ്മൾ കാണുന്നുണ്ടായിരിക്കുക. എന്തുകൊണ്ടായിരിക്കും നനവുള്ള മണ്ണിലാണ് ഈ പറയുന്ന മണ്ണിരേനെ കാണുന്നത്? മണ്ണിര എന്ന് പറയുന്നത് അതിൻ്റെ സ്കിന്നിലൂടെ, മണ്ണിര എന്ന് പറയുന്നത് എന്താ ചെയ്യുക, എർത്ത് വേം എന്ന് പറയുന്നത് അതിൻ്റെ സ്കിന്നിലൂടെ ആയിരിക്കും റെസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ പറയുന്ന പോലെ എയർ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ഏതിലൂടെയാണ്, അവരുടെ സ്കിന്നിലൂടെ. അവരുടെ സ്കിൻ എപ്പോഴും മോയ്സ്റ്റ് ആയിരിക്കും. എപ്പോഴും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന ഒരു ഈർപ്പമുള്ള ഒരു ത്വക്കായിരിക്കും നമുക്ക് അവരിൽ കാണാനായിട്ട് സാധിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മണ്ണിൽ ഈ പറയുന്ന പോലെ നനവുള്ള മണ്ണിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിലുള്ള അവിടുത്തെ ഓക്സിജൻ കൃത്യമായിട്ട് അകത്തേക്ക് കൊണ്ടുവരാനും ഈ പറയുന്ന പോലെ തന്നെ ഒരു എയറിനകത്തേക്കും പുറത്തേക്കും പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ ത്വക്ക് അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയുന്നത് ഇങ്ങനെ മോയ്സ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഭയങ്കര മഴയൊക്കെ പെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഭയങ്കരമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ലോക്ക്ഡൗൺ, നല്ലോണം വെള്ളം കിട്ടിയിരിക്കുന്ന സമയത്ത് ഓക്സിജൻ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിൽ അവരെന്ത് ചെയ്യും, അവർ ഈ പറയുന്ന പോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ തിരിച്ചൊരു സോയിൽ നിന്നും പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ മഴക്കാലത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്, മണ്ണിരയും ധാരാളമായിട്ട് കാണുന്നത് എന്താണ്, ഒരുപാട് വെള്ളമാവുന്ന സമയത്ത് ഓക്സിജൻ അവർക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയിൽ അവരെന്ത് ചെയ്യും, അവർ മണ്ണിന് മുകളിലേക്ക് വരും. അപ്പോഴാണ് അവിടെ വെച്ചിട്ടാണ് അവരവരുടെ ഈ പറയുന്ന ഓക്സിജൻ അവരുടെ സ്കിന്നിലൂടെ അവരകത്തേക്ക് എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ആരാണ്, നമ്മുടെ ഇൻസെക്ട്സ് അഥവാ ഷഡ്പദങ്ങളാണ് അല്ലേ. ഇൻസെക്ട്സ് അഥവാ ഷഡ്പദങ്ങൾ. ഇൻസെക്ട്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസെക്ട്സിൻ്റെ ബോഡിയുടെ സൈഡിലായിട്ട് ഈ പറയുന്ന ഷഡ്പദങ്ങളുടെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് കാണാം, ചെറിയ 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 ഓപ്പണിങ്സ് അഥവാ ചെറിയ ചെറിയ സുഷിരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഓപ്പണിങ്സുമായി അറ്റാച്ച് ചെയ്തുകൊണ്ട് എന്ത് കാണാനായിട്ട്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ചെറിയ ചെറിയ ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് എന്ന് പറയുമ്പോൾ കുഞ്ഞു ട്യൂബ് എന്ന് തന്നെ ആലോചിക്കുക കേട്ടോ. ചെറിയ ചെറിയ ട്യൂബുകൾ ഇതുമായി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ നെറ്റ്വർക്ക് പോലെയായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഒരു നളിക ജാലം എവിടെ കാണാം, നമുക്ക് ഈ പറയുന്ന ചെറിയ സുഷിരങ്ങളോട് ചേർന്നിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്വസനാവയവം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇങ്ങനെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് എന്ത് കാണാം, ഈ പറയുന്ന പോലെ നിരയായിട്ട് ഇങ്ങനെ എന്തുണ്ടായിരിക്കും, ചെറിയ 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 സുഷിരങ്ങൾ ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ എന്ത് കാണുന്നുണ്ടായിരിക്കുക, ഈ പറയുന്ന നളികാജാലങ്ങൾ അഥവാ നമ്മൾ പറയുന്ന നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് നമുക്ക് കാണാൻ പറ്റുക. ആ ട്യൂബ്യൂൾസിലൂടെ ആയിരിക്കും എയർ അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ഒക്കെ. യെസ്, ക്ലിയർ ആണോ? ഇനി അടുത്തതാണ് നമ്മുടെ ഫിഷ് അഥവാ നമ്മൾ പറയുന്ന മത്സ്യം അല്ലേ. നമ്മളിങ്ങനെ ഒരു ഫിഷിനെ മിസ്സിലൂടെ വരയ്ക്കാം, ഒരു ഫിഷ്. അപ്പോൾ ഈ ഫിഷിൽ എങ്ങനെയാണ് നടക്കുന്നുണ്ടായിരിക്കുക, ഫിഷിൽ ഈ പറയുന്ന റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് അവരുടെ ഗിൽസ് ആണ്. അവരുടെ ഗിൽസ് എന്ന് പറയും, ഗിൽസ് അല്ലെങ്കിൽ നമ്മൾ പറയും ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ അതുവഴിയാണ് അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അവരുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് നടത്തുന്നുണ്ടായിരിക്കുക, ശ്വസനം എന്ന് പറയുന്നത് നടത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ വാട്ടർ അകത്തേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന പോലെ നമുക്കറിയാം, ഫിഷ് എപ്പോഴും ഇങ്ങനെ വായ തുറക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ വായ തുറന്ന് ഇങ്ങനെ അടയ്ക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും വെള്ളത്തിലൂടെ പോകുമ്പോൾ. അതെന്താണ്, അവർ ആ വാട്ടറിനകത്തേക്ക് എടുക്കുകയാണ്, വെള്ളത്തിനകത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഈ പറയുന്ന ഗിൽസിലൂടെ പോകുന്ന സമയത്ത്
എന്ത് സംഭവിക്കും? അതിലൂടെ അവർക്ക് വേണ്ട ഓക്സിജൻ, ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ അവരുടെ ബോഡിയുടെ അകത്തേക്ക് ചെല്ലും. അപ്പോൾ അവർക്ക് വേണ്ട ഓക്സിജൻ ആ വെള്ളത്തിലൂടെ തന്നെ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്നതാണ് ആര്? ഈ പറയുന്ന ഗിൽസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ വെൻ വാട്ടർ ഇസ് ടേക്കൺ ഇൻ ടു മൗത്ത് എന്താ സംഭവിക്കുക? ഇറ്റ് പാസസ് ത്രൂ ദി ഗിൽസ് അല്ലേ? അത് ഗിൽസിലൂടെ പോകും. ഗിൽസിലൂടെ പോകുന്ന സമയത്ത് ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ എന്ത് ചെയ്യും? അവരുടെ ബ്ലഡിലേക്ക് അല്ലെങ്കിൽ അവരുടെ രക്തത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, അങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ അവിടെ വെച്ച് പിന്നെ ഓക്സിജൻ അവരുടെ ഈ പറയുന്ന ശരീരത്തിലൂടെയൊക്കെ പൊക്കോളും. ഇനി ചില ഫിഷസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വരാല്, അതേപോലെ തന്നെ മുഷി, അതേപോലെ നമ്മൾ പറയുന്ന ഈൽ എന്നൊക്കെ പറയുന്ന ഫിഷസിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാം? അതായത് പുറത്ത് വന്നിട്ടും, അതായത് ഈ പറയുന്ന പോലെ അറ്റ്മോസ്ഫിയറിക് എയർ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ബ്രീത്ത് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അത് വളരെ എന്താ പറയുക, ഒരു താൽക്കാലികമായിട്ടുള്ള ശ്വസനം മാത്രമാണ്, ടെമ്പററി ആയിട്ട് മാത്രമേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ, താൽക്കാലികമായിട്ട് മാത്രമേ പറ്റുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് അവർക്ക് വെള്ളത്തിലേക്ക് തന്നെ പോകണം. കാരണം ബാക്കി ശ്വസനം എന്ന് പറയുന്നത് ഗിൽസിലൂടെ തന്നെ നടത്തണം. പക്ഷെ ചിലവർക്ക് മാത്രം, എല്ലാ ഫിഷസിനും അല്ല, ചില ഫിഷസിന് എന്താണ് പുറത്ത് കൊണ്ടുവന്നാലും കുറച്ച് നേരം അവർക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെകിള പൂക്കൾ അഥവാ ശകുലങ്ങളാണ് എന്ത്? മത്സ്യങ്ങളുടെ ശ്വസനാവയവം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന ശകുലങ്ങളെ കൂടാതെ അവർക്ക് എന്താണ്? നേരിട്ട് അന്തരീക്ഷവായു ശ്വസിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞത് താൽക്കാലികമായിട്ടുള്ള ഒരു വഴി മാത്രമാണത്. യെസ്. ഇനി അടുത്തതാരാണ്? നമ്മുടെ ആംഫീബിയൻസ് അഥവാ ഉഭയജീവികളാണ്. അപ്പോൾ ആംഫീബിയൻസ് അഥവാ ഉഭയജീവികളെ നമ്മൾ എടുക്കുന്ന സമയം നമ്മുടെ തവളയൊക്കെ അല്ലേ, അതായത് ഈ പറയുന്ന പോലെ വെള്ളത്തിലും കരയിലും അവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ വെള്ളത്തിലും കരയിലുള്ള സമയത്ത് അവർ ബ്രീത്ത് ചെയ്യുന്ന രണ്ട് രീതിയിലായിരിക്കും അവരുടെ ശ്വസനം നടക്കുന്നുണ്ടായിരിക്കുക. ഈ പറയുന്ന പോലെ അവർ കരയിലാണെന്നുണ്ടെങ്കിൽ, ലാൻഡിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ പറയുന്ന ശ്വസനം ഏതിലൂടെ ആയിരിക്കും? ലങ്സിലൂടെ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. അതായത് ലാൻഡ് അഥവാ കരയിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലങ്സ് അഥവാ നമ്മുടെ ശ്വാസകോശത്തിലൂടെ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഇനി നേരെ മറിച്ച് അവർ വാട്ടറിലാണെന്ന് വിചാരിക്കുക, അവർ ജലത്തിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ വെള്ളത്തിലുള്ള സമയത്ത് അവർ ഏതിലൂടെ ആയിരിക്കും അവരുടെ ശ്വസനം നടക്കുന്നുണ്ടായിരിക്കുക? അവരുടെ ത്വക്ക് അഥവാ സ്കിന്നിലൂടെ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ആംഫിബിയൻസ് അഥവാ ഉഭയജീവികളെ എടുക്കുന്ന സമയത്ത് അവരുടെ ശ്വസനം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നടക്കാം. കരയിലാവുന്ന സമയത്ത്, അതായത് ലാൻഡിലാവുന്ന സമയത്ത് അവർ ഏതിലൂടെ? നമ്മുടെ പോലെ തന്നെ ശ്വാസകോശം അഥവാ ലങ്സിലൂടെ ആയിരിക്കും. നേരെ മറിച്ച് വെള്ളത്തിലാവുന്ന സമയത്ത് അവർ അവരുടെ സ്കിന്നിലൂടെ തന്നെയായിരിക്കും ബ്രീത്ത് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഈ തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആരാണെന്നും അവരുടെയൊക്കെ റെസ്പിറേറ്ററി ഓർഗൻസ് അവരെങ്ങനെയാണ് റെസ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ശ്വസനം നടക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക എക്സാമിന്. ഇപ്പോൾ ഫിഷസിൽ ഏതിലൂടെ ആയിരിക്കും റെസ്പിറേഷൻ നടക്കുന്നത്, അതും അല്ലെങ്കിൽ ലാൻഡിലുള്ള സമയത്ത് ഫ്രോക്സിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരാനുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.